നമുക്ക് പരിചിതമായ ഒരു ദൈവവചന ഭാഗമാണ്. സങ്കീർത്തന പുസ്തകങ്ങളിൽ 103-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ, അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. സങ്കീർത്തന പുസ്തകങ്ങളിൽ 103-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ സഹോദരന്മാരിൽ ഒരാൾക്കൊന്ന് വായിക്കാമോ? വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ 103-ന്റെ 1-2 വാക്യങ്ങൾ എന്ന് പറയുന്നത്. സങ്കീർത്തനക്കാരൻ ദാവീദ് എന്ന് ആ ഭാഗത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ ഓർക്കുകയും ദൈവത്തിന്റെ മുൻപാകെ തനിക്ക് അർപ്പിക്കുവാൻ കഴിയുന്ന സ്തുതി സ്തോത്ര യാഗങ്ങൾ ദൈവം മുൻപാകെ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സുദീർഘമായ ഒരു സങ്കീർത്തനമായിട്ടാണ് നമുക്ക് ഈ 103-ാമത്തെ സങ്കീർത്തനത്തെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയിൽ നാം ഈ ആലയത്തിനകത്ത് ഈ വിധത്തിലായിരിക്കുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ വേണ്ടിയാണ്. നന്ദി പറയുക അഥവാ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം കരയറ്റുക, ദൈവത്തിന് പുകഴ്ചയും മഹത്വവും അർപ്പിക്കുക എന്ന് പറയുന്നത് സൃഷ്ടികളായ സകല മനുഷ്യന്റെയും ജീവിതത്തെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കടമയാണ്. ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു ജീവിക്കുന്നു. പരിമിതികൾ പലതുമൊക്കെ നമുക്ക് പറയാൻ ഉണ്ടായേക്കാം. പക്ഷെ അതിന്റെ നടുവിലും മറ്റ് ഇതര വ്യക്തികളുമായി തുലനം ചെയ്യുമ്പോൾ ഒന്നുള്ളു തുറന്ന് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഇങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനൊക്കെ അവസരങ്ങൾ ലഭ്യമായെങ്കിൽ അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാൻ ഞാനും നിങ്ങൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു: എന്തോന്ന് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലേണ്ടു? ഒരു ആട്ടുകൊറ്റനെയോ, ഒരു കാളക്കിടാവിനെയോ, ഒരു കുറുമ്പ്രാവിനെയോ ദൈവം എന്താണ് ആശിക്കുന്നത്? ദൈവം എന്താണ് ഇഷ്ടപ്പെടുന്നത്? വചനം മറുപടി പറയുന്നു, ഇവയെല്ലാം ദൈവത്തിനുള്ളവയാണ്. ഈ ഭൂപരമ്പ് ഞാനും നിങ്ങളും ശ്രദ്ധിച്ചാൽ മൃഗജാലങ്ങൾ ധാരാളം, ജീവജന്തുക്കൾ ധാരാളം, പർവ്വജാതികൾ ധാരാളം. ഇവയെല്ലാം ദൈവത്തിനുള്ളവ, ദൈവം സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ വചനം വായിക്കുന്നത് ദൈവം വാക്കുകൊണ്ട് ഇവയെല്ലാത്തെയും സൃഷ്ടിക്കുവാനിടയായി. അതുകൊണ്ട് മനുഷ്യനോട് ചോദിക്കുന്നു, എന്റെ സൃഷ്ടിയാണ് ഇവയെല്ലാം, ഇതിലൊന്നിനെ എന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ ഞാൻ ആശിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. പിന്നെ എന്താണ് നിനക്ക് എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കഴിയുന്നത്? വചനം പറയുന്നത്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആലയത്തിനകത്തിരിക്കുന്ന നാം അല്ലെങ്കിൽ നമ്മിലധികം പേരും വായു തുറന്ന് ദൈവമേ സ്തോത്രം, ദൈവമേ സ്തുതി, ദൈവമേ അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് ആരാധന എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ മറ്റേതിനേക്കാളും മറ്റെന്തിനേക്കാളും മറ്റെല്ലാറ്റേക്കാളും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ദൈവത്തിന് നന്ദി കരയറ്റി ദൈവം മുൻപാകെ ജീവിക്കുക എന്നതാണ്. കരങ്ങൾ ഉയർത്തി വായി തുറന്ന് നമുക്ക് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദാവീദ് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ദൈവത്തിന് നന്ദി പറയുമ്പോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്റെ മനമേ, എന്റെ മനസ്സേ, നീ യഹോവയെ വാഴ്ത്തുക. സ്വയമായി തന്നിലേക്ക്, സ്വന്തത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നിന്നോട് ഞാൻ എന്നോടായി തന്നെ
ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അർത്ഥാത് പരപ്രേരണയില്ലാതെ വാ പള്ളിയിൽ പോകാമെന്ന് കൈപിടിച്ച് ആനയിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാതെ, വാ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പായെടുത്തിട്ട് മുട്ടുമടക്കാതെ, എന്നെ നിർമ്മിച്ച ദൈവത്തെ എനിക്ക് ആരാധിക്കണം, എന്നെ നിർമ്മിച്ച ദൈവത്തെ ഞാൻ പ്രാർത്ഥിക്കണം, എന്നെ ഞാനാക്കി മാറ്റിയ, എനിക്ക് ആവശ്യത്തിന് ബലം തന്നു, ആരോഗ്യം തന്നു, സൗഖ്യം തന്നു, ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് എന്നെ ശേഷിപ്പിച്ച ദൈവമുണ്ട്. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഞാനായി കൊടുക്കണം. പരപ്രേരണ വേണ്ട, അച്ഛൻ പ്രോത്സാഹിപ്പിക്കണ്ട, പാസ്റ്റർ പ്രോത്സാഹിപ്പിക്കണ്ട, സഹപ്രവർത്തകൻ പ്രോത്സാഹിപ്പിക്കണ്ട, കുടുംബക്കാർ പറയണ്ട, ബന്ധക്കാർ ആവശ്യപ്പെടേണ്ട. എന്റെ മനസ്സിനകത്ത് എനിക്ക് തന്നെ സ്വയമേ പ്രേരണ ഉണ്ടാകണം, തോന്നൽ ഉണ്ടാകണം. ഞാൻ ഇന്നായി തീർന്ന എന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങൾക്ക് കാരണക്കാരെന്ന് പറയുന്നത് സർവകൃപാലുവായ ദൈവമാണ്. ആ ദൈവത്തിന് എനിക്ക് ഒന്നും കൊടുത്ത് തൃപ്തിപ്പെടുത്തുവാൻ സാധ്യമല്ല, ഒന്നും കൊടുത്ത് മഹത്വപ്പെടുത്തുവാൻ സാധ്യമല്ല. ഒറ്റ കാര്യമേ എനിക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ, അത് ആ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുക എന്നതാണ്. ഇപ്പൊ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, മനസ്സേ നീ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? എന്റെ സർവ അന്തരംഗവുമേ, ഞാൻ പൂർണ്ണമായി, ഞാൻ മുഴുവനായി, ഞാൻ മൊത്തത്ത്, ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെ മുൻപാകെ അർപ്പിച്ച് സ്തുതിക്കുക. പകുതിയല്ല, അല്പമല്ല, കുറച്ചല്ല, പിന്നെയോ പൂർണ്ണമായി, മുഴുവനായി, മൊത്തം നമ്മെ തന്നെ ദൈവം മുൻപാകെ അർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക. ചിലരൊക്കെ ചോദിക്കുന്നത്, ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി വല്ലതൊക്കെ ചെയ്യണ്ടേ? ഇപ്പൊ ചെയ്തിട്ടില്ലേ എന്നതിന് അവരുടെ മറുപടി, PSC 30 പ്രാവശ്യം എഴുതി തോറ്റു, ഇതുവരെയും ജോലി കിട്ടിയില്ല. പല ജോലി സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി, ഞാൻ പ്രതീക്ഷിച്ച ജോലിയും എന്റെ ഡിഗ്രിക്ക് അനുസരിച്ച് ജോലി കിട്ടിയില്ല. ഞാൻ എന്റെ മനക്കോട്ട കെട്ടിയതനുസരിച്ചുള്ള ഒരു കല്യാണം എനിക്ക് കിട്ടിയില്ല. പുരുഷന് പറയാം സ്ത്രീയെ കിട്ടിയില്ല, സ്ത്രീക്ക് പറയാം പുരുഷനെ കിട്ടിയില്ല. ഞാൻ ആഗ്രഹിച്ച ഒരു വാഹനം എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ആഗ്രഹിച്ച ഒരു നന്മ എന്റെ ജീവിതത്തിൽ കിട്ടിയില്ല. അതുകൊണ്ട് ദൈവത്തെ ഞാൻ ആരാധിക്കണമോ, ദൈവത്തെ ഞാൻ പ്രാർത്ഥിക്കണമോ? മറുപടി, മെഡിക്കൽ കോളേജിലേക്ക് പോകുക. മെഡിക്കൽ കോളേജിലേക്ക് 1-2 സ്പെഷ്യൽ വാർഡുകളുണ്ട്. അതിൽ ഓർത്തോ വാർഡിലേക്ക് പോകുക. ഓർത്തോ വാർഡ്. ആ വാർഡിലേക്ക് ചെന്നാൽ ഓരോരുത്തരോട് സംസാരിക്കുക. പറയും, 3 മാസമായി ഈ ബെഡിൽ തന്നെ ഒരു കാല് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നു, ഒരു കാല് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നു. ഒരു കാലിന് 12 കിലോ കമ്പിയുണ്ട്, ഒരു കാലിന് 14 കിലോ കമ്പിയുണ്ട്. അതേ മനുഷ്യരാണ് ഞാനും നിങ്ങളും. കമ്പി ഇല്ലാതെ യാത്ര ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേറൊന്നും വേണ്ട. വലിയ വീട് വേണ്ട, വലിയ കാർ വേണ്ട, വലിയ ജോലി വേണ്ട, നല്ല വിദ്യാഭ്യാസം വേണ്ട, നല്ല വിവാഹം വേണ്ട, നല്ല സമ്പത്ത് വേണ്ട. ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആ ഒരു വാർഡിലേക്ക് കയറി നിന്നിട്ട് ഓരോരുത്തരെയായിട്ടൊന്ന് സംസാരിക്കുക. പറയും, 6 മാസമായി, 2 വർഷമായി. ചില വ്യക്തികളോട്, മാതാവിനോട്, ചില പിതാവിനോട് ചോദിച്ചു നോക്ക്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഈ അടുത്ത 1-2 വീടുകളിൽ ഞങ്ങള് സഹോദരന്മാർ ചേർന്ന് വിസിറ്റിങ്ങിന് പോയി. ദീർഘ 35 വർഷമായിട്ട് ഒരു പെൺപൈതലിനെ മാതാവ് കിടക്കയിൽ നോക്കിക്കൊണ്ടിരിക്കുക. ദീർഘ 35 കൊല്ലമായിട്ട് ഒരു മാതാവ് ഒരു പെൺപൈതലിനെ കിടക്കയിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ പിള്ളേർ ജനിച്ചു, പക്ഷെ അവർ നമ്മുടെ മുൻപിൽ ഓടിക്കളിക്കുന്നത് കാണുമ്പോ നമുക്ക് എന്ത് സന്തോഷമാണ്. വാ തുറന്ന് പറ, പിതാവേ
അവിടുന്ന് തന്ന ഉപകാരത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. കോടികളുടെ ആസ്തിയുള്ള മനുഷ്യൻ ഏതാനും ചില മാസങ്ങളെ ആയിട്ടുള്ളൂ ഗൾഫ് രാജ്യത്ത് അടുത്ത രാജാവായി വാഴേണ്ടവനായിരുന്നു തന്റെ മകൻ. പക്ഷേ അവൻ ശയ്യാവലംബനായിട്ട് 25 അതിലധികമോ വർഷമായി രാജാവ് നോക്കി പാർത്തിരിക്കുക. മനോഹരമായ ഒരു റൂം ഹോസ്പിറ്റലിൽ സമാനമായി പണിതു കൊടുത്ത് അവൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് നോക്കി രാജാവ് കാത്തിരിക്കുക. എത്ര വർഷം? എന്റെ കണക്കനുസരിച്ച് 25 26 അധികം വർഷം. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണും, വാർത്തയിൽ കേട്ട് കാണും. നോക്കിയിരിക്കുക, എന്റെ മകൻ ജീവനിലേക്ക് മടങ്ങി വരും, എന്റെ മകൻ ജീവനിലേക്ക് മടങ്ങി വരും. സഹോദരങ്ങളെ, പല കുടുംബങ്ങളെ കുറിച്ച് നമുക്കറിയില്ല, പല ജനത്തെ കുറിച്ച് നമുക്കറിയില്ല, പല മക്കളെ കുറിച്ച് നമുക്കറിയില്ല, പല ജീവിതങ്ങളെ കുറിച്ച് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഉണ്ടായ നന്മയ്ക്കകത്ത്, ലഭ്യമായ അഭിവൃദ്ധിക്കകത്ത്, ലഭ്യമായ അനുഗ്രഹങ്ങൾക്കകത്ത് നമുക്ക് നാവെടുത്ത് ദൈവത്തെ പുകഴ്ത്താൻ, ദൈവത്തെ ആരാധിപ്പാൻ കഴിയാതെ പോകുന്നത്. ഞാൻ നിങ്ങളെ ഒന്ന് ഇറങ്ങി സഞ്ചരിച്ച സഹപ്രവർത്തകരോടൊന്ന് ചോദിച്ചു നോക്കിയേ, കൂടെ പ്രവർത്തിക്കുന്നവരോട്, വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കിയേ, വീടിനകത്ത് എങ്ങനെയുണ്ട്, കുടുംബ ബന്ധങ്ങൾ എങ്ങനെയുണ്ട്, ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ, ഒരുമിച്ച് മുഖാമുഖം നോക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വീട്ടിനകത്താണ് താമസിക്കുന്നത്, പക്ഷെ ഒരു മുറിക്കകത്ത് കിടക്കാൻ കഴിയുന്നുണ്ടോ? ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, പക്ഷെ ഒരു തീന്മേശയുടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ചോദിച്ചു നോക്കണം. ഇടയ്ക്ക് അവര് പറയും നാളുകളേറെയായി വല്ലതും അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയണമെങ്കിൽ ടെസ്റ്റ് മെസ്സേജ്, ഒറ്റ വീട്ടില് പക്ഷെ ടെസ്റ്റ് മെസ്സേജ് മാത്രമാണ്. പക്ഷെ നിന്നിലേക്ക് വാ, നമ്മിലേക്ക് വാ, നമ്മുടെ കുടുംബത്തിലേക്ക് വാ, നമ്മുടെ മക്കളിലേക്ക് വാ, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരിലേക്ക് വാ, അപ്പനമ്മയിലേക്ക് വാ, ടെസ്റ്റ് മെസ്സേജ് അയക്കേണ്ട ഗതികേട് വന്നില്ലല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി കരേറ്റ് അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ഞാൻ നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ കടപ്പാടുള്ളവരായിരിക്കും. നല്ല ഭക്ഷണം, നല്ല ജോലി, നല്ല ഫ്രണ്ട്സ്, നല്ല മാതാപിതാക്കൾ, നല്ല ഭാര്യ ഭർത്തൃബന്ധം, നല്ല ആരാധനാലയം, നല്ല എയർക്കാറ്, നല്ല വാഹനം, നല്ല നന്മകൾ ദൈവം ചെയ്തു. ഇന്ന് രാത്രി അവയെല്ലാം ഓർത്ത് നാം ദൈവത്തിന് മഹത്വം കരേറ്റ്. ആദ്യത്തിനായി പ്രാർത്ഥന ക്രമീകരിച്ചത് ആദ്യ സാക്ഷ്യം പ്രസ്താവിച്ചപ്പോൾ പറഞ്ഞുവല്ലോ, അവർക്ക് അവരുടെ മകന്റെ മകൻ അഥവാ കൊച്ചുമകൻ ആശിച്ചതാണ്, ആഗ്രഹിച്ചതാണ്, പ്രാർത്ഥിച്ചതാണ് ഒരു മെഡിസിൻ അഡ്മിഷൻ ലഭ്യമാകണമെന്നുള്ളത്. പക്ഷെ അവർ ആഗ്രഹിച്ചതിനേക്കാൾ വളരെ നല്ലൊരു യൂണിവേഴ്സിറ്റി, നല്ലൊരു അഡ്മിഷൻ ലഭ്യമാകുവാനിടയായി. അമേരിക്കയിൽ ഒരു സ്ഥാപനത്തിൽ പഠിക്കുക എന്നൊക്കെ പറയുന്നത് അത് ശ്രമകരമാണ്, ഈസി അല്ല. ഒരുപക്ഷെ ആൾക്കാർ ചിന്തിക്കും അവിടെയും ലോണുണ്ടോ? അവിടെയും ഉണ്ട് ലോൺ, ഇവിടെ മാത്രമല്ല അവിടെയും ഉണ്ട് ലോൺ. നമ്മളൊക്കെ ചിന്തിക്കും അവരൊക്കെ സുഖമായിട്ട് ജീവിക്കല്ലേ, സ്വന്തം ബിൽഡിങ്, എല്ലാവർക്കും കാറ്, എല്ലാവർക്കും സംവിധാനങ്ങൾ. പക്ഷെ അവരോട് ചോദിച്ചു നോക്കണം, ഓരോ ആഴ്ചയിലും എത്ര പൗണ്ട്, എത്ര ഡോളർ, എത്ര ദിനാറ്, എത്ര മണി, എത്ര പൈസ എണ്ണി എണ്ണി കൊടുക്കേണ്ടി വരും എന്നുള്ളത് അവർക്ക് അറിയുള്ളൂ. പക്ഷെ ഉത്സുകരാണ്, ശ്രമിക്കുന്നവരാണ്, പരിശ്രമമുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് സന്തോഷിപ്പാൻ കഴിയും. എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ UK യൂണിവേഴ്സിറ്റിയിൽ MBBS അഡ്മിഷൻ എടുത്തു. ഞാൻ അവരോട് ചോദിച്ചിട്ട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ? 6 മാസം പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്നെ തന്നെ ലോൺ വെച്ചാണ് പഠിക്കുന്നത്. അപ്പനെ ആശ്രയിക്കാൻ പോയില്ല, അമ്മയെ ആശ്രയിക്കാൻ പോയിട്ടില്ല, എന്നെ തന്നെ ഞാൻ ലോൺ വെച്ചിട്ടുണ്ട്, ലോൺ വെച്ച് പഠിക്കുന്നു. നമ്മുടെയൊക്കെ മക്കള് അപ്പനോളം വളർന്നാലും അവർക്ക് എങ്ങനെ പഠിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും എന്ത് കണ്ടെത്തണമെന്നും അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്താത്ത ആൾക്കാരാണ്. ഈ 2-3 ദിവസം കൊണ്ട് എന്റെ മകൻ 20 വയസ്സ് പ്രായമായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. അവന് സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ളൊരു ദ്വരയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അധ്വാനിക്കാൻ പോകാൻ പറഞ്ഞു. തീരെ മോശമില്ലാത്ത വരുമാനമൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു 3-4 ദിവസം പോയുള്ളൂ.
അത്യാവശ്യം കൊണ്ടുവരുന്നുണ്ട്, കുഴപ്പമില്ല. ഇന്നും പോയിട്ട് ആണ് വന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട്, സന്തോഷത്തോടെയൊക്കെ പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ചില ചിന്ത എന്ന് പറയുന്നത്, കറുത്ത് പോകത്തില്ലേ, ഇതിലപ്പുറം എന്തോ കറക്കാൻ, ക്ഷീണം വരത്തില്ലേ, ഇതിലപ്പുറം എന്തോ ക്ഷീണിക്കാൻ, ഇത്രയൊക്കെ ഉള്ളൂ. കറക്കും, ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ അമ്മയും അപ്പനും ഒക്കെ ഉച്ചവെയിലിൽ സൂര്യന്റെ ചൂട്, അതിതാപം, അതൊക്കെ സഹിച്ച് കഷ്ടപ്പെട്ടാണ് ഇതുവരെ 20, 22, 25, 30 വയസ്സ് വരെയൊക്കെ കൊണ്ടുവന്നത് എന്ന് മാതാപിതാക്കൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ തയ്യാറാകണം. എങ്കിലേ നമ്മുടെ മക്കൾക്കും ദൈവം ചെയ്ത ഉപകാരത്തെ കുറിച്ച് മനസ്സിലാകുകയുള്ളൂ. ഞാൻ എന്റെ ഒരു 25, 26 വയസ്സ് പ്രായമാകുമ്പോഴാണ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു മെഷീൻ എന്റെ കണ്ണിന്റെ മുൻപാകെ കാണുന്നത്. വാങ്ങിയതല്ല, എന്റെ കണ്ണിന്റെ മുൻപാകെ ഞാൻ കാണുന്നത്. എനിക്ക് 25, 26 വയസ്സ് പ്രായമുള്ള സമയത്താണ്. പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ എന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്. മനസ്സിലായി കാണോ? വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. എന്റെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ എന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ യുഗത്തിനകത്ത് ജനിച്ച തലമുറയ്ക്ക് ഇത് ദൈവം ചെയ്തതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അവരുടെ മാതാപിതാക്കള് അവരെ ഉപദേശിച്ചും അവരോട് കാര്യങ്ങൾ പറഞ്ഞു ഗ്രഹിപ്പിച്ചും മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ പിന്നിൽ ഒരു ദൈവമുണ്ട്, മാതാപിതാക്കൾ ആരാധിക്കുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് കഴിയുള്ളൂ. അതുകൊണ്ട് വല്ലപ്പോഴെങ്കിലും ലഭ്യമായ സുഖ സൗകര്യങ്ങൾ നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ അധ്വാനമല്ല, ഇതിന്റെ പിന്നിൽ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവ ആധിപത്യമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളും ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചേ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. എല്ലാറ്റിനും ഉയർച്ചയ്ക്ക് സ്തോത്രം ചെയ്യുക. ഒരു തകർച്ച വന്നാലും സ്തോത്രത്തിൽ നിന്നും പിന്മാറരുത്. എനിക്ക് പരിചയമുള്ള ഒരു ആന്റിയുണ്ട്. ഇന്ന് അത്യാവശ്യം അവര് നല്ല നിലയിൽ കഴിയുന്നുണ്ട്. നല്ല നിലയിൽ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ 6 മാസം കൂടുമ്പോ ഓരോരോ രാജ്യത്ത് താമസിക്കാനുള്ള അവസരം അവർക്കുണ്ടാകുന്നുണ്ട്. കൃപയാൽ ഇപ്പൊ ഇന്ത്യയിലുണ്ട്, അത് സന്തോഷം. കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ ഇന്ത്യയിൽ താമസിക്കുന്നു. അതിന് തൊട്ട് മുൻപ് 6 മാസം UK-യിലായിരുന്നു. ഈ ഇന്ത്യയിലെ ഒരു 3 മാസം കൂടെ കഴിയുമ്പോൾ വേഗത്തിൽ അമേരിക്കയിലേക്ക് പോകണം, അതല്ലെങ്കിൽ അവിടുത്തെ ഗ്രീൻ കാർഡ് ക്ലോസ് ആയി പോകും. അപ്പൊ അത് വേണ്ടി ഇനി 3 മാസം കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പോ ഞാൻ കുറച്ച് നാള് അവരുടെ വീട്ടിൽ തൊട്ട് ചേർന്നാണ് താമസിച്ചത്. കൊച്ചുമക്കളൊക്കെ വീട്ടിലുണ്ട്. കുഞ്ഞുമക്കൾ മുറ്റത്ത് ഇങ്ങനെ കളിക്കുകയും തുള്ളിച്ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കാൽ തെറ്റി വീണ് കഴിഞ്ഞാൽ ആദ്യം നാവിൽ ഉച്ചരിക്കപ്പെടുന്ന വാക്ക് സ്തോത്രം എന്ന വാക്കാണ്. സ്തോത്രം. കുഞ്ഞുമക്കൾ കാലൊന്ന് തെന്നി താഴെ വീണു, നിലത്ത് വീണു, മുട്ട് മുറിഞ്ഞെന്ന് വെച്ചോ, കൈകാലുകൾ മുറിഞ്ഞെന്ന് വെച്ചോ, ആദ്യം നാവിന്റെ തുമ്പിൽ വരുന്ന പദം സ്തോത്രം എന്ന പദം. എന്താ കാര്യം എന്നറിയാമോ? അതുപോലെ ഒരു ചെറിയ വീഴ്ചയ്ക്കകത്ത് നെഞ്ചിടിച്ച് വീണ് അകത്തേക്ക് ശ്വാസം വലിച്ച അനേകർക്ക് പുറത്തേക്ക് പിന്നെ ശ്വാസം വിടാൻ കഴിഞ്ഞിട്ടില്ല. അവർ മരണത്തെ പൊറുകിയിട്ടുണ്ട്. പക്ഷെ വചനം നമ്മോട് പറയുന്നു, കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കാക്കാൻ കഴിയുന്ന, നിന്നെ പരിപാലിക്കാൻ കഴിയുന്ന, നിന്നെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാൻ കഴിയും. ഇന്നലെ ആക്സിഡന്റ് നടന്ന അതേ സ്ഥാനത്തൂടെയാണ് ഞാൻ നിങ്ങളും ഇന്ന് സഞ്ചരിക്കുന്നത്. ഇന്നലെ അനേകർ വഴിമധ്യ വെച്ച് മരണപ്പെട്ട അതേ ഇടത്തൂടെയോ അവന്റെ രക്തത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ വാഹനം പിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, പോകുന്നത്. പക്ഷേ അതിലൊന്നായി മാറാതെ എനിക്ക് നിങ്ങൾക്ക് ഇത്രത്തോളം അവസരം നൽകി, ആയുസ് നൽകി, ആരോഗ്യം നൽകി നമ്മെ നിർത്തിയിരിക്കുന്നല്ലോ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. അതല്ലയോ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. സങ്കീർത്തന പുസ്തകം 107-ാമത്തെ സങ്കീർത്തനം
അതിന്റെ 1-ാമത്തെ വാക്യം, 106-ാമത്തെ സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഏകദേശം ഒരുപോലെയുള്ള വാക്യങ്ങളാണ്. 2 വാക്യങ്ങൾ, 106-ന്റെ 1, 107-ന്റെ 1. വചനം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അടുത്ത വാക്യം അത് തന്നെയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. എന്തിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം കരയറ്റണം? എന്തിന് ദൈവത്തെ ആരാധിക്കണം? എന്തിന് നാം നന്ദി കരയറ്റണം? ഈ സങ്കീർത്തനത്തിൽ 103-ാം സങ്കീർത്തനത്തിൽ 7 കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ പ്രതിപാദിക്കുന്നു. ഞാൻ വായിച്ച കുറിവാക്യം അതായതുകൊണ്ട് അതിന് നീതി പുലർത്താൻ ആ ഭാഗം ഉച്ചരിക്കുന്നതേ ഉള്ളൂ. അത് മാത്രമേ നമുക്ക് നന്ദി കരയറ്റുവാനുള്ള കാര്യമായിട്ട് വേദപുസ്തകത്തിൽ ഉള്ളൂ എന്ന് വ്യാഖ്യാനിക്കരുത്. മറിച്ച് അതിനകത്തന്തലീനമായിരിക്കുന്ന ചില മറ്റ് സത്യങ്ങൾ നിങ്ങളുടെ മുൻപ് എടുത്തു കാട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിന്റെ 3-ാമത്തെ വാക്യം 3 വായിച്ചേ. 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. എന്തിന് ദൈവത്തെ ഞാൻ സ്തുതി കരയറ്റണം? എന്തിന് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റണം? അവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, എന്റെ അകൃത്യം എന്ത് ചെയ്തു? ദൈവം മോചിച്ചു. 2-ാമത്തെ കാര്യം പറയുന്നത്, എന്റെ രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തുന്നു. അകൃത്യം, കൃത്യമല്ലാതെ നാം ചെയ്ത കാര്യങ്ങൾ, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പാപം. കൃത്യമല്ലാതെ ഞാനും നിങ്ങളും എന്ത് ചെയ്താലും അത് അകൃത്യമാണ്. ആ അകൃത്യത്തെ വേദപുസ്തക ഭാഷയിൽ ഉച്ചരിക്കുന്നത് പാപമെന്നാണ്. ഇന്നലകളിൽ ഞാനും നിങ്ങളും ദൈവവചനത്തിന് വിരുദ്ധമായ ചിന്തയിലോ നോട്ടത്തിലോ സംസാരത്തിലോ ഇടപാടിലോ പെരുമാറ്റത്തിലോ ഉണ്ടായി വന്ന പാപങ്ങൾ. പാപമില്ലാത്തൊരു നരനും ഭൂമിയിലില്ല. ചൊല്ലിങ്ങനെയാണ്, കോപശീലം ശിശുവിനുമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നലകളിൽ ഇന്നിന്റെ ദിനങ്ങളിൽ നാളെ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമി പാപമങ്കുലമായതുകൊണ്ട് സ്വാഭാവിക മനുഷ്യൻ പാപത്തിൽ സഞ്ചരിക്കുന്നു എന്ന കാരണത്താൽ പാപം നമ്മുടെ ശരീരത്തിൽ കടന്നു വരാം. അപ്പോ അവിടെ പറയുന്നു, എന്റെ പാപത്തെ, എന്റെ അകൃത്യത്തെ മോചിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം പാപം മോചിക്കാതിരുന്നെങ്കിൽ, ദൈവം അകൃത്യത്തെ ക്ഷമിക്കാതിരുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കാർക്കും തന്നെ ഈ ദൈവം മുൻപാകെ വരാനോ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനോ ദൈവത്തെ പ്രാർത്ഥിക്കുവാനോ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് എന്തിന് ദൈവത്തെ സ്തുതിക്കണം? എന്തിന് ദൈവത്തിന് നന്ദി കരയറ്റണം? സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ അകൃത്യം മോചിച്ചവർ, എന്റെ പാപത്തെ ക്ഷമിച്ചവൻ എന്റെ ദൈവമാകുന്നു. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തെ ആരാധിക്കുന്നു. 2, എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ചില ക്രിസ്തീയ വിശ്വാസ പ്രമാണം അനുസരിച്ച്, വിശ്വാസ സംഹിത അനുസരിച്ച് പ്രാർത്ഥന കൊണ്ട് രോഗം മാറില്ല എന്നാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് അക്രൈസ്തവരുടെ പദപ്രയോഗമല്ല. ചില ക്രിസ്തീയ വിശ്വാസത്തിനകത്ത് ചിലർ പറയുന്നത് പ്രാർത്ഥന കൊണ്ട് രോഗം മാറില്ല, അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ ജനിച്ചിട്ട് ഈ കാലമത്രയുമായി ഈ വിശ്വാസത്തിനകത്താണ് ഞാൻ വളർന്നു വന്നത്. എന്റെ നഗ്ന നേത്രത്തിലൂടെ പ്രാർത്ഥന നിമിത്തമുള്ള രോഗസൗഖ്യങ്ങൾ 100 കണക്കിന് എനിക്ക് കാണുവാനിടയായിട്ടുണ്ട്. ക്യാൻസർ എന്ന മാരക വിപത്ത് രോഗം കടന്നു വന്ന് ശരീരത്തിലുണ്ടായ മുഴ പ്രാർത്ഥനയുടെ നടുവിൽ തനിയെ സ്വതവേ പൊട്ടിമാറി ശരീരാന്തർഭാഗത്ത് നിലനിന്ന സകല ദുഷിച്ച ആ വസ്തുക്കളും പുറത്തേക്ക് പുറത്തേക്ക് ഒഴുകി വന്നത് എന്റെ കണ്ണിന്റെ മുൻപാകെ ഞാൻ കണ്ടിട്ടുണ്ട്. വിദൂരത്തിലേക്ക് പോകണ്ട, ട്രിവാൻഡ്രത്ത് പരിചിതമായ സ്ഥലമാണ് പുത്തരിക്കണ്ടം എന്ന് പറയുന്ന മൈതാനം. വർഷങ്ങൾക്ക് മുൻപ് അവിടെ കൺവെൻഷൻ നടക്കുമ്പോ കണ്ടിരിക്കുന്ന സ്ഥാനത്ത് കണ്ണെന്ന് പറയുന്ന ഒന്നില്ലാത്ത കേവലം 2 പോളകൾ അടയപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണമണി എന്ന് പറയുവാൻ ഒന്നും അതിനകത്തില്ലാത്ത ഒരു വ്യക്തി 2 പേരുടെ സഹായത്താൽ സ്റ്റേജിലേക്ക് വന്നു നിൽക്കുന്നു. പ്രസംഗിക്കുവാൻ നിന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ തലമേൽ കൈവച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം അദ്ദേഹത്തിന്റെ കുഴിഞ്ഞുപോയ കൺഭാഗത്ത് 2 കണ്ണുകൾ കടന്നു വരുവാനിടയായി. കിളവിക്കഥയല്ല, കെട്ടുകഥയല്ല, ദൃക്സാക്ഷിയായതുകൊണ്ട് ഞാൻ പറയുകയാണ്.
തിരുവനന്തപുരം പട്ടണത്തിനകത്ത് നടന്നൊരു സംഭവമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് ബോംബെ പട്ടണത്തിൽ നടന്നതല്ല, ഇത് വേറെ എവിടെയും നടന്നതല്ല, തിരുവനന്തപുരം പട്ടണത്തിനകത്ത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ അന്ന് പ്രവർത്തിച്ച ദൈവത്തിന് ഇന്ന് രോഗത്തെ ശമനമാക്കുവാൻ കഴിയും. അതേത് രോഗമായാലും, എത്ര പഴകിയ രോഗമായാലും, എത്ര സങ്കീർണ രോഗമായാലും, ഇത്ര വിഷമിപ്പിക്കുന്ന രോഗമായാലും, ആ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ദൈവത്തെ സേവിക്കുകയും ഈ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, അവന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. മൂന്നാമത്തെ കാര്യം, അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. നശിക്കേണ്ട ജീവിതമാണ് നമ്മുടെയൊക്കെ ജീവിതം. തകരേണ്ടതാ, ഇല്ലാതാകേണ്ടതാ. പുഷ്പിക്കുന്നതിന് മുൻപ്, ഫലവത്തായി തീരുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോകേണ്ടതായിരുന്നു. മനുഷ്യ ശരീരത്തെ കുറിച്ച്, മനുഷ്യ ജീവിതത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, പുല്ലുപോലെ കരിഞ്ഞു പോകുന്നു, പൂ പോലെ വാടിപ്പോകുന്നു, നിഴല് മാറുന്നത് പോലെ മനുഷ്യൻ മാറിപ്പോകുന്നു. അത്രയ്ക്ക് ക്ഷണഭംഗുരമാണ്, അത്രയ്ക്ക് ക്ഷണികനാണ് മനുഷ്യൻ. പക്ഷേ നാം നാളത്തെ കുറിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി പുതിയ സൂര്യനെ നമുക്ക് കാണാൻ കഴിയും. 5 കൊല്ലത്തെ കുറിച്ചുള്ള പ്ലാൻ പദ്ധതി നമ്മെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, മക്കളെ കുറിച്ച് തയ്യാറാക്കി കഴിഞ്ഞ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ പലതും 5 കൊല്ലം കഴിയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും പ്രാപിപ്പാൻ കഴിഞ്ഞു. ഇന്ന് പകല് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയട്ടെ, നമ്മെ സഹായിപ്പാൻ, നമ്മുടെ ജീവന നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. ആ ദൈവം നമുക്ക് നന്മയും തന്റെ കരുണയും തന്റെ ഇഷ്ടവും നമ്മുടെ മേൽ പകരുന്ന ദൈവമാണെന്ന് ഞാനും നിങ്ങളും മറക്കരുത്. 5-ാമത്തെ കാര്യം, 5-ാമത്തെ വാക്യം വായിച്ചേ. വായിക്ക്, നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ പ്രസ്താവിച്ചായിരുന്നു, നമ്മുടെ ഒരു ചൊല്ലാണ്, ആരിൽ കാ വഴുക്കുന്ന സമയത്ത് കാക്കയ്ക്ക് വായില് പുണ്ണ്. ആരും കാക്കയ്ക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. പക്ഷെ ആരും കായുണ്ടാകുമ്പോ കാക്കയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല. ചില വീടുകളിൽ നിങ്ങൾ പരിശോധിച്ചേ, ചിക്കൻ അടുക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത്, ബീഫ് അതിന്റെ തൊട്ട് താഴെ, മട്ടൺ അതിന്റെ തൊട്ട് താഴെ, പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ അത് തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്നു നോക്കാം, അതിനുള്ള അവകാശവും അവസരവും അല്ലാതെ അതിലൊരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള അവസരമില്ല. കാരണം അവർ ഒരു പട്ടിക പറയും, ഷുഗർ ഹൈ ആണ്, BP അതേക്കാൾ ഹൈ ആണ്, ഉച്ചതല മുതൽ ഉള്ളക്കാൽ വരെ ജോയിൻസ് മുഴുവൻ വേദനയാണ്, ഇതിനൊന്നിനും തൊടാൻ പാടില്ല, എന്തുവാ ആർത്രൈറ്റീസ് ആണ്, പിന്നെ എന്റെ നെഞ്ചിന് പ്രശ്നമുണ്ട്, പിന്നെ എന്റെ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, ലിവറിന് വീക്കമുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം പറയും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നമുക്കോ ഇത് കിട്ടാത്തതിന്റെ കുറവേയുള്ളൂ, ഇത് കിട്ടാത്തതിന്റെ കുറവേയുള്ളൂ. അപ്പൊ ഓർക്കുക, വചനം പറയുന്നു, ദൈവം വായിക്ക് നന്മ കൊണ്ട് ആഗ്രഹിച്ചത് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. പ്രായമുള്ള പല മാതാപിതാക്കളുടെ ഇരിപ്പുണ്ട്. അവരുടെ ആയകാലത്ത്, അവരുടെ ചെറുപ്പകാലത്ത് അവർ പലതും ആഗ്രഹിച്ചു, കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ചെറുപ്പകാലത്ത്, അവരുടെ ചെറിയ കാലത്ത് കിട്ടിയിരുന്നെങ്കിൽ, ഒത്തെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ കാലഘട്ടം. പക്ഷെ ഇന്ന് കാലം മാറി, ഗതികൾ മാറി, വ്യവസ്ഥകൾ മാറി, എല്ലാം വ്യത്യാസം വന്നു. നാം ആഗ്രഹിക്കുന്നത് വിരക്തുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് നമ്മുടെ മുൻപിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ സിസ്റ്റങ്ങൾ മാറി. പുസ്തകം പറയുന്നു, നമ്മുടെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം. എന്തിന് ഞാൻ ദൈവത്തെ ആരാധിക്കണം? എന്തിന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കണം? എനിക്ക് ഭക്ഷണം കാണാനല്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്. പലർക്ക് കാണാൻ അവസരമുള്ളൂ, കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാനും കഴിപ്പിക്കാനും ദൈവം നമ്മെ സഹായിക്കുന്നു. അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എന്റെ വാക്കുകളെ എനിക്ക് പരിമിതപ്പെടുത്തണം. 6-ാമത്തെ വാക്യം, വേദന അനുഭവിക്കുന്ന, തിരസ്കരിക്കപ്പെടുന്ന, കഷ്ടതയിൽ മുൻപോട്ട് പോകുന്ന, ക്ലേശത്തിലൂടെ മുന്നേറുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ചും ഏതൊരു കുടുംബത്തെ കുറിച്ചും പുസ്തകം പറയുന്നു, നിന്റെ കഷ്ടതയും ക്ലേശവും മാറ്റുന്ന ദൈവമുണ്ട്.
പീഡ അനുഭവിക്കുന്നുണ്ടോ? തിന്മയിലൂടെ പോകുന്നുണ്ടോ? തിരസ്കരിക്കപ്പെടുന്നുണ്ടോ? അംഗീകാരം കിട്ടാതെ പോകുന്നുണ്ടോ? ജീവിതത്തിൽ ആഗ്രഹിച്ചത് പ്രാപിപ്പാൻ കഴിയാതെ പോയോ? സംഗീതക്കാരൻ പറയുന്നു, ചേർത്തണച്ച് കൂടെ നിർത്തി അതിലേക്ക് നിന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവമാണ് ഞാൻ നിങ്ങളുടെ സേവിക്കുന്ന ദൈവം. 7-ാമത്തെ വാക്യം, യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ. എത്രയോ പ്രാവശ്യം ഞാൻ നിങ്ങളൊക്കെ തിന്മ ചെയ്തു, തെറ്റിപ്പോയി, വഴിവിട്ട് സഞ്ചരിച്ചു. എന്റെ തോന്നിയ ഇഷ്ടത്തിന്, എന്റെ ആഗ്രഹങ്ങൾക്ക് വശംവദനായി ഞാൻ ജീവിച്ചു. അവിടെയും നമ്മെ തള്ളിക്കളഞ്ഞില്ല, അവിടെയും നമ്മെ ഇറക്കി വിട്ടില്ല. ചോർത്ത് പിടിച്ചു, മാറോടടുപ്പിച്ചു. അവിടുത്തെ കരുണയും കൃപയും നമ്മുടെ മേൽ പകർന്നു. അതുകൊണ്ടല്ലേ ഇന്ന് രാത്രി നാം ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ സംഗീതക്കാരൻ പറയുന്നത്, എന്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയിച്ചണം? യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് സകല ജനവും കാണെ ഞാൻ എന്റെ നേർച്ചകളെ അർപ്പിക്കുവാനിടയായി. 100-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. മനുഷ്യർക്ക് നന്ദി പറയാൻ മറന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു ലോകത്തിലൊരു ദിവസമുണ്ട്, താങ്ക്സ് ഗിവിംഗ് ഡേ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏതോ ഒരു ദിവസമായിരുന്നു ആ ദിവസം, താങ്ക്സ് ഗിവിംഗ് ഡേ, നന്ദി കരയേറ്റ ദിവസം. നമ്മള് പാശ്ചാത്യ സംസ്കാരത്തിനകത്തേക്ക് കയറി വന്നെങ്കിലും ആ സംസ്കാരത്തിന്റെ എല്ലാ നല്ല ഗുണങ്ങളും എല്ലാ വശങ്ങൾക്കും നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. അവർക്ക് ഒരു ചെറുവിരൽ കൊണ്ടലക്കി നാം ഏതൊരു ചെറിയ കാര്യം ചെയ്താൽ വായ് തുറന്ന് ആദ്യം പറയുന്ന പദമാണ് താങ്ക്സ്, നന്ദി. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഡിജിറ്റലൈസ് ചെയ്ത ഒരു കാലഘട്ടമാണ്. പണം കൊടുത്ത് നമ്മുടെ സാധനം വാങ്ങുന്നതിനേക്കാളും ഡിജിറ്റൽ പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നവരാണ്. ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിട്ട് നമ്മൾ ഒരു 50 രൂപയുടെ സാധനം വാങ്ങി നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നു. അവിടെ നിന്ന് തിരിച്ച് ഒരു മറുപടി, നന്ദിയുണ്ടേ. ആ മെഷീനകത്ത് പോലും നിങ്ങൾക്കൊരു നന്ദി പറയുന്നെങ്കിൽ ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭ്യമായ നന്മകൾക്കകത്ത് എത്രമാത്രം ദൈവത്തിന് നന്ദി ലഭിച്ചു. ദൈവത്തിന് മാത്രമല്ല, പരസ്പരം നന്ദി പറയാനും നമ്മൾ മറന്നു പോകുന്നു. പരസ്പരം നന്ദി പറയാനും നമ്മൾ മറന്നു പോകുന്നു. നല്ല ഫ്രണ്ട്സിനെ ദൈവം തന്നു, ഗുഡ്, അവരെ ഓർത്ത് നമുക്ക് നന്ദി പറയാൻ തയ്യാറാണ്. നല്ല കുടുംബത്തെ ദൈവം തന്നു, അവരെ ഓർത്ത് നമുക്ക് നന്ദി കരയിച്ചു പോകാനാണ്. നല്ല സഭ, അല്ലെങ്കിൽ നല്ല ഒരു അന്തരീക്ഷം, നല്ലൊരു ആത്മീയ കൂട്ടായ്മ കൂടി വരുന്ന ദൈവം നമുക്ക് നൽകി. അതിനകത്തുള്ളവരെ കാണുമ്പോൾ ഒന്ന് മുഖം ഒന്ന് ഉയർത്തിച്ചിരിക്കാൻ, ഒന്ന് കൈ കൊടുക്കുവാൻ, ഒന്ന് വിശേഷം തിരക്കാൻ, ഒന്ന് സന്തോഷിക്കുവാൻ നമ്മൾ തയ്യാറാണ്. പലപ്പോഴും മനുഷ്യൻ നന്ദി കേട് കാണിക്കുന്നവരാണ്, നന്ദി നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അല്പം പ്രായാധിക്യമുള്ളൊരു മനുഷ്യൻ ഒരു കടയിൽ അദ്ദേഹത്തിന്റെ ശാരീരിക ക്ഷമതയിൽ ക്ഷീണം നിമിത്തം മുതലാളി ഒരു പ്രായം കുറഞ്ഞൊരു യുവാവിനെ കൂടെ ആ കടയിലേക്ക് ക്ഷണിച്ചു. അപ്പോ തന്റെ കടയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ അപ്പൊ പ്രായമുള്ള മറ്റൊരു മനുഷ്യനാണ്. അപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ ഈ യുവാവായ പയ്യൻ പഠിക്കണമെങ്കിൽ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അപ്പോ ഒരു 5-6 ദിവസം കൊണ്ട് ആ കടയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇവൻ ഇപ്പൊ അത്യാവശ്യം നന്നായി പഠിച്ചു. ഒരു സുപ്രഭാതത്തിൽ കടമുതലാളിയുടെ അടുക്കിലേക്ക് ചെന്ന് പറഞ്ഞു, ഈ പ്രായമുള്ള മനുഷ്യൻ ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല, ഇയാളുടെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് ഇയാൾക്ക് ഇങ്ങനെ വെറുതെ ശമ്പളം കൊടുത്ത് പോകുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തിന്റെ പണി കൂടെ ഞാൻ ചെയ്തോളാം, എനിക്ക് അതിനുള്ള ശമ്പളം അല്പം കൂട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനെ അദ്ദേഹം ആ കടയ്ക്കകത്ത് നിന്ന് ചവിട്ടി പുറത്താക്കി. എങ്ങനെ ജോലി കിട്ടിയെന്നറിയാമോ? എങ്ങനെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായെന്നറിയാമോ? ഈ പ്രായമുള്ള മനുഷ്യൻ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി ആ ഒരു നല്ല സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു. എന്താ മനുഷ്യൻ ചെയ്യേണ്ടത്? ആ പിതാവിനെ കാണുമ്പോൾ, പ്രായമുള്ള മനുഷ്യനെ കാണുമ്പോൾ
ഇദ്ദേഹമാണ് ഈ കസേരയിൽ എന്നെ ഇരിക്കുവാൻ യോഗ്യനാക്കിയത്. ഇദ്ദേഹമാണ് ഈ ജോലി എനിക്ക് ക്രമീകരിച്ചു തന്നത്. ഈ മനുഷ്യനാണ് എന്നെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന് നന്ദി കരയിച്ചുവാനിടയാണ്. ഒരിക്കല് ഒരു കുടുംബത്തിനകത്ത് ഇച്ചിരി പ്രശ്നമുണ്ടായി. ആ കുടുംബത്തിലെ കുടുംബനാഥ അഥവാ ഭാര്യ തന്റെ വളരെ അടുത്ത കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു, എന്റെ കുടുംബത്തിനകത്ത് ഈ വിധത്തിലുള്ള ഒരു പ്രശ്നം നടക്കുകയാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യയല്ലാതെ എന്റെ മുൻപിൽ വേറെ മാർഗമൊന്നുമില്ല, അതുകൊണ്ട് നീ ഒന്ന് വന്ന് എന്നെ ഒന്ന് സഹായിക്കണം, നീ ഒന്ന് വന്ന് സഹായിക്കണം, എന്റെ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഓക്കെ, ഈ കൂട്ടുകാരി തന്റെ സ്വന്തം ഭർത്താവിനെയും കൂടെ വിളിച്ചുകൊണ്ട് ആ കൂട്ടുകാരിയുടെ ഭവനത്തിലേക്ക് പോയി ആ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യും. 2-3 ദിവസം ആ കുടുംബത്തിൽ അടുപ്പിച്ചു പോകേണ്ടതായിട്ട് വന്നു ആ പ്രശ്നത്തെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ പ്രശ്നകലുഷിതമായി നിന്ന ആ കുടുംബത്തിലെ സ്ത്രീ പ്രശ്നം പരിഹരിക്കുവാനായി വന്ന സ്ത്രീയുടെ ഭർത്താവുമായി ലോഹ്യത്തിലായി. അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുവാനായി തീരുമാനമെടുത്തു. എന്താ നമ്മുടെയൊക്കെ കുടുംബം, നമ്മുടെയൊക്കെ ദേശം, നമ്മുടെയൊക്കെ സമൂഹം? സഹായിക്കാൻ കയറി വന്നൊരു കുടുംബം, ഒന്ന് കൈ താങ്ങാൻ കയറി വന്നൊരാള്, ഇല്ലായ്മയുടെ നടുവിൽ ഒരു ആശ്വാസമായി തീർന്ന ഒരു കുടുംബം. അത് സഹോദരനാകാം, സഹോദരിയാകാം, ചേട്ടനാകാം, ചേച്ചിയാകാം, അമ്മയാകാം, നാത്തൂനാകാം, വ്യക്തിബന്ധങ്ങളാകാം, സഭാപാസ്റ്ററാകാം, സഭാവിശ്വാസിയാകാം. പക്ഷേ നാം പലപ്പോഴും നാം അതിനകത്ത് നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തേക്ക് വന്നപ്പോ ലഭ്യമായ നന്മകളെ നാം സ്വാഭാവികം മറന്നു കളയുന്നു, തിരസ്കരിക്കപ്പെടുന്നു. അവരെപ്പോഴെ കാണുന്നത് നമുക്ക് ഇഷ്ടമില്ല, അവരോട് സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല, അവരെ നമുക്ക് വേണ്ട. പൊന്നു സഹോദരങ്ങളെ, ഈ രാത്രി മനുഷ്യനോട് നന്ദിയുള്ളവരായി ജീവിക്കണം. നാം വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കകത്ത്, നാം ബന്ധപ്പെടുന്ന വ്യക്തികളുമായി, നമ്മുടെ കുടുംബങ്ങളുമായി ചിലരൊക്കെ പറയും, നിന്റെ സഹായം എനിക്ക് വേണ്ട. പറഞ്ഞിട്ട് 2 കാലം മുൻപിലേക്ക് വയ്ക്കുമ്പോഴായിരിക്കും ഒരു ക്ഷീണം, ഒരു തളർച്ചയുണ്ടായി താഴെ വീഴുന്നത്. ആ സമയത്ത് സഹായിപ്പാൻ വേറെ ആരും വരില്ല. ഈ കേട്ട വേദനപ്പെട്ട അല്ലെങ്കിൽ ശാപഗ്രസ്തമായ ശപിക്കപ്പെട്ട ആ ജന്മത്തിന് മാത്രമേ നിന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയൂ. പരസ്പര സഹായമില്ലാതെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തോടൊരു കടപ്പാട്, എല്ലാ കാലത്തും നന്ദിയുള്ളവരായി ജീവിക്കണം. മനുഷ്യനോടൊരു കടപ്പാട്, ലഭ്യമായ എല്ലാ നന്മയ്ക്കും എല്ലാ സഹായങ്ങൾക്കും ഞാൻ നിങ്ങൾ മരിക്കുന്നത് വരെ കടപ്പെട്ടവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിജപ്പെടുത്തുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വിശേഷാൽ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ബന്ധക്കാരായി, സഹോദരങ്ങളായി, ചാർച്ചക്കാരായി ഇവിടെ കടന്നു വന്ന സഹോദരങ്ങൾ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. സർവശക്തരായ ദൈവത്തിന്റെ എല്ലാ ദാനവും നന്മയും നിങ്ങൾ എല്ലാവരുടെ മേലും ദൈവം പകരട്ടെ. ഇത്രയും സമയം നിങ്ങൾ കേട്ട ആ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ കൊടുക്കേണ്ട നന്ദി, സ്തുതി, സ്തോത്രം അർഹതപ്പെട്ടതാണ്. പക്ഷെ അത് ദൈവത്തിന്റെ മുൻപാകെ അർപ്പിക്കുവാൻ കഴിയാതെ പോയി അതൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്ത് നിമിത്തം, ഏത് നിമിത്തം ദൈവത്തിന് നന്ദി കരയറ്റണമെന്ന് ഏതെങ്കിലും ഒരു ചോദ്യചിഹ്നം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലും ഒരു സമയം ഉളവായി പോയിട്ടുണ്ടെങ്കിൽ, അബദ്ധമായി സംഭവിച്ചു പോയതാകാം, ഉളവായി പോയിട്ടുണ്ടെങ്കിൽ ഹൃദയംഗമായി ഇന്ന് വൈകിയ സമയത്ത് ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെന്നിട്ട്, അപ്പാ എന്റെ അറിവില്ലായ്മയുടെ ഭാഗത്ത് എനിക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ സമയത്ത് ഞാൻ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ പ്രാപിച്ചതും ഞാൻ അനുഭവിക്കുന്നതും ഞാൻ ജീവിക്കുന്നതുമല്ല അങ്ങ് എന്റെ ജീവിതത്തിൽ ചെയ്ത നന്മയാണ്, അനുഗ്രഹമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള എന്റെ ജീവിതത്തിൽ നിസ്സാരമെന്ന് തോന്നിയ ഏതൊരു ചെറിയ കാര്യത്തിന് പോലും അങ്ങയുടെ മുൻപാകെ നന്ദിയുള്ളവനാണ്. അങ്ങയ്ക്കും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ചു മുടക്കം കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് ദൈവാലയത്തിൽ പോയി ആരാധനകൾ പങ്കെടുത്ത്
ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പണത്തോടെ ദൈവത്തിന്റെ മുൻപിലേക്ക് അർപ്പിക്കാമോ? ദൈവം നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു വിഷമസന്ധ്യ, ഏതെങ്കിലും ഒരു ഭാരത്തിനകത്ത് നിങ്ങൾ അകപ്പെട്ടു പോയി, കരകയറാൻ സാധ്യമല്ല, ഇതിനകത്ത് നിന്ന് എന്നെ ആരും പുറത്തു കൊണ്ടുവരുമെന്ന വിഷമതയോടെ ഇന്ന് രാത്രി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ പുസ്തകം നമ്മോട് വിളിച്ചു പറയുന്നു, നിന്റെ നാശത്തെ നിന്റെ ജീവന നാശത്ത് നിന്ന് വീണ്ടെടുത്ത് നന്മയും കരുണയും നിന്റെ മേൽ പകർന്ന് ശത്രുക്കൾ കാണുകയെ നിനക്ക് വിരുന്നൊരുക്കി തന്നെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട്. നമ്മോടൊപ്പം കൂടെ കൂടുന്ന, നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നമ്മിൽ ഒരുവനായി മാറാൻ ആഗ്രഹിക്കുന്ന ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് ഒരുമിച്ച് നടത്തിയല്ല. ജീവിതത്തിലെ ഭാരം മുഴുവനും ദൈവമുൻപിൽ ഇറക്കി വെച്ചാണ് ആശ്വാസം കണ്ടെത്തുവാൻ, ആശ്വാസം തരാനും അവിടുന്ന് മതിയായവനും. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിനെടുക്കുവാനും സാധ്യമല്ല എന്നങ്ങ് ചെയ്ത നസ്രയനായ യേശുവിന്റെ സമാധാനം ഇന്ന് രാത്രി സകല കുടുംബങ്ങളുടെ പേരും ദൈവം വയ്ക്കട്ടെ. സ്വസ്ഥതയും ആശ്വാസവും വിടുതലും നന്മയും അവിടുത്തെ ദാനങ്ങളും രോഗസൗഖ്യങ്ങളും വിടുതലും ഓരോ വ്യക്തികളുടെ, ഓരോ കുടുംബങ്ങളുടെ അവിടുത്തെ ആത്മാവിനാൽ ജനം പ്രാപിപ്പാൻ അവിടുത്തെ കൃപ ചെയ്യണം. ഇപ്പോൾ ഞങ്ങളുടെ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വരും കാലങ്ങളിൽ ഇന്നലകളിൽ ദൈവം ചെയ്ത നന്മകളും ഉപകാരങ്ങളും അവിടുത്തെ അനുഗ്രഹങ്ങളെ ഓർത്തങ്ങേക്ക് നന്ദി കരേറ്റി സന്തോഷത്തോടെ ജീവിപ്പാൻ ഇവരെല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഗ്ലോറിയായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രായത്തിൽ ദൈവത്തിനായി, ദൈവരാജ്യത്തിനായി നിലകൊള്ളുവാൻ ദൈവം കൊടുത്ത വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.